Hello, good morning. Semester 3, Maths Main Divisibility in Integers on first module sections നോക്കാം. ഒരു തിയറമാണ് നെക്സ്റ്റ്. Two positive integers a and b are relatively prime if and only if there are integers alpha and beta such that alpha a plus beta b equal to 1. നമ്മൾ ഇതുവരെ കുറേ ഇൻറ്റിജേഴ്സ് ജി സി ഡി കണ്ടുപിടിക്കാനൊക്കെ നമ്മൾ പഠിച്ചു. ഇനിയുള്ളതൊന്ന് കുറച്ച് റിസൾട്ട്സ് നോക്കാം. ടു പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് എയും ബിയും, രണ്ട് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ആണ് എയും ബിയും. അവർ റിലേറ്റീവ്ലി പ്രൈം ആണെങ്കിൽ അവരുടെ ജി സി ഡിയെ കുറിച്ച് എന്ത് പറയാം? ഈക്വൽ ടു 1 ആയിരിക്കും നമുക്കറിയാം. ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദർ ആർ ഇൻറ്റിജേഴ്സ് ആൽഫ ആൻഡ് ബീറ്റ സച്ച് ദാറ്റ് ആൽഫ എ പ്ലസ് ബീറ്റ ബി ഈക്വൽ ടു 1. അപ്പോൾ അങ്ങനെ എഴുതാൻ പറ്റണം. അവർ റിലേറ്റീവ്ലി പ്രൈം ആണെങ്കിൽ അവരുടെ ലീനിയർ കോമ്പിനേഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഈക്വൽ ടു 1 ആയിരിക്കും. അപ്പോൾ അതിൻ്റെ പ്രൂഫ് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ ആയിട്ട് രണ്ട് രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് എയും ബിയും റിലേറ്റീവ്ലി പ്രൈം ആണെങ്കിൽ ഇങ്ങനെ ലീനിയർ കോമ്പിനേഷൻ ഈക്വൽ ടു 1 ആണെന്ന് പറയണം. അതുപോലെ ലീനിയർ കോമ്പിനേഷൻ ഈക്വൽ ടു 1 ആണെങ്കിൽ റിലേറ്റീവ്ലി പ്രൈം ആണെന്നും പറയാൻ പറ്റണം. ഇതും നല്ല റിസൾട്ടാണ്. നോക്കാം പ്രൂഫ്. ഫസ്റ്റ് നമ്മൾ ഇഫ് എ ആൻഡ് ബി ആർ റിലേറ്റീവ്ലി പ്രൈം ആണെന്ന് എടുക്കുക. അപ്പോൾ എ ആൻഡ് ബി ആൻഡ് റിലേറ്റീവ്ലി പ്രൈം ആണ്, ജി സി ഡി എഫ് എ ബി ഈക്വൽ ടു 1 ആണെന്ന് നമുക്കറിയാം. ഒരു തിയറം വെച്ച് തൊട്ട് മുന്നേ നമ്മളൊരു തിയറം, ഓയിലേഴ്സ് തിയറം പറഞ്ഞു. എന്താണ്? ജി സി ഡി എഫ് എ ബി എന്ന് പറയുന്നത് എപ്പോഴും എന്തിന് ഈക്വൽ ആയിരിക്കും? അതിൻ്റെ ലീനിയർ കോമ്പിനേഷന് ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ജി സി ഡി എഫ് എ ബിക്ക് പകരം എന്ത് കൊടുക്കാം? ആൽഫ എ പ്ലസ് ബീറ്റ ബി ഈക്വൽ ടു 1. അതാണ് പറയുന്നത് ദെർഫോർ ബൈ എ തിയറം ദെർ ആർ ഇൻറ്റിജേഴ്സ് ആൽഫ ആൻഡ് ബീറ്റ സച്ച് ദാറ്റ് ആൽഫ എ പ്ലസ് ബീറ്റ ബി ഈക്വൽ ടു 1. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്താലോ ഒരു സൈഡ്. നമുക്കതല്ലായിരുന്നു പ്രൂവ് ചെയ്യാനുള്ള. ഇനി തിരിച്ചുള്ള സൈഡ് എന്താണ്? ആൽഫ എ പ്ലസ് ബീറ്റ ബി ഈക്വൽ ടു 1 ആണെങ്കിൽ ജി സി ഡി എഫ് എ ബി ഈക്വൽ ടു 1 ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി കോൺവേഴ്സ്ലി സപ്പോസ് ആൽഫ എ പ്ലസ് ബീറ്റ ബി ഈക്വൽ ടു 1 കാണിക്കേണ്ടത് എന്താണ്? വി ഹാവ് ടു പ്രൂവ് ദാറ്റ്, അതാണ് ടു ഡെമോൺസ്ട്രേറ്റ് ദാറ്റ് ജി സി ഡി എഫ് എ ബി ഈക്വൽ ടു 1. അപ്പോൾ അതിന് വേണ്ടി ജി സി ഡി എഫ് എ ബി എന്താണെന്ന് വിളിക്കാൻ പോവുക? ഡി എന്ന് വിളിക്കാൻ പോവുക. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താ? ഡി ഈക്വൽ ടു 1 ആണെന്ന് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പം ജി സി ഡി എഫ് എ ബി ഈക്വൽ ടു ഡി ആണെങ്കിൽ ഡി ആരെ ഡിവൈഡ് ചെയ്യും? ഡി എനെയും ഡിവൈഡ് ചെയ്യും, ഡി ബിനെയും ഡിവൈഡ് ചെയ്യും. ഡി എനെയും ബിനെയും ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ലീനിയർ കോമ്പിനേഷനെയും ഡി ഡിവൈഡ് ചെയ്യും. ദെർഫോർ ബൈ എ തിയറം ഡി ഡിവൈഡ്സ് ആൽഫ എ പ്ലസ് ബീറ്റ ബി. ക്ലാരിറ്റി കുറച്ച് കുറവാണെന്ന് തോന്നുന്നു കേട്ടോ. നിങ്ങൾക്ക് നോട്ട്സിൻ്റെ PDF ഞാൻ അല്ലാതെ സെൻഡ് ചെയ്യുന്നതായിരിക്കും. ദാറ്റ് ഈസ് ഡി ഡിവൈഡ്സ് 1. ആൽഫ എ പ്ലസ് ബീറ്റ ബി എന്ന് പറയുന്ന വാല്യൂ നമുക്ക് തൊട്ട് മുന്നേ നമ്മൾ അസ്യൂം ചെയ്ത് വെച്ചിട്ടുണ്ടെന്നാൽ വിച്ച് ഇസ് ഈക്വൽ ടു 1 എന്ന്. അപ്പോൾ അതിന് പകരം ഡി ഡിവൈഡ്സ് 1. അതായത് 1നെ ഡിവൈഡ് ചെയ്യുന്ന ഒരു സംഖ്യയാണ് ഡി. 1നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ആകെയുള്ള സംഖ്യ എന്താണ്? 1 തന്നെയാണ്. സോ ഡി ഈക്വൽ ടു എന്തായി പറ്റൂ? 1. ദാറ്റ് ഈസ് ഡി എന്ന് പറയുന്ന ആരായിരുന്നു? ജി സി ഡി എഫ് എ ബി. ജി സി ഡി എഫ് എ ബി ഈക്വൽ ടു 1. സോ എന്തെന്ന് കിട്ടി? ജി സി ഡി എഫ് എ ആൻഡ് ബി ഈക്വൽ ടു 1 ആണെങ്കിൽ ഡി ആർ റിലേറ്റീവ്ലി പ്രൈം. അപ്പോൾ റിസൾട്ട് എന്തായിരുന്നു? ജി സി ഡി എഫ് എ ആൻഡ് ബി റിലേറ്റീവ്ലി പ്രൈം ആണെങ്കിൽ അവരുടെ ലീനിയർ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഈക്വൽ ടു 1 ആയിരിക്കും. അതുപോലെ എയുടെയും ബിയുടെയും ലീനിയർ കോമ്പിനേഷൻ 1 ആണെങ്കിൽ ജി സി ഡിയും 1 ആയിരിക്കും, അഥവാ ദേ ആർ റിലേറ്റീവ്ലി പ്രൈം ആണെന്നുള്ളത്. നെക്സ്റ്റ് ഒരു കൊറോളറി. ഇഫ് ഡി ഈസ് ഈക്വൽ ടു ജി സി ഡി എഫ് എ ആൻഡ് ബി ദെൻ ജി സി ഡി എഫ് എ ബൈ ഡി ആൻഡ് ബി ബൈ ഡി ഈക്വൽ ടു 1. ഇതേപോലെ തന്നെ നേരത്തെ പോലെ തന്നെ പ്രൂഫ് ചെയ്യാൻ പറ്റുന്നതാണ്. ഡിയുടെ ജി സി ഡി എഫ് എ ആൻഡ് ബി എന്ന് പറയുന്നത് ഡി ആണെങ്കിൽ എ ബൈ ഡി ബി ബൈ ഡിയുടെ ജി സി ഡി എന്തായിരിക്കും? 1 ആയിരിക്കും എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പ്രൂവ് ചെയ്ത് നോക്കാം. അടുത്തൊരു കൊറോളറി നോക്കി. ഇഫ് എ ഡിവൈഡ് സി ആൻഡ് ബി ഡിവൈഡ് സി, എ സിനെയും ഡിവൈഡ് ചെയ്യുന്നുണ്ട്, ബി സിനെയും ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഗിവൺ കണ്ടീഷൻ എന്താണ്? ജി സി ഡി എഫ് എ ആൻഡ് ബി ഈക്വൽ ടു 1. 3 കണ്ടീഷനാണ് തന്നിട്ടുള്ളത്. എ സിനെയും ഡിവൈഡ് ചെയ്യുന്നുണ്ട്, ബിയും സിനെയും ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതുപോലെ തന്നെ എയുടെയും ബിയുടെയും ജി സി ഡി 1 ആണെന്ന് തന്നിട്ടുണ്ടെങ്കിൽ എ ബി ആരെ ഡിവൈഡ് ചെയ്യും? സിനെ ഡിവൈഡ് ചെയ്യുമെന്നാണ്. പ്രൂഫ് നോക്കാം എങ്ങനെയാണ്. സിൻസ് എ ഡിവൈഡ് സി, എ സിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്, നമുക്ക് പറയാം എന്താണ്? സി ഈസ് ഈക്വൽ സം എം ഇൻറ്റു എ എന്ന് പറയാം. എം എന്ന് പറയുന്നത് ഏതോ ഒരു ഇൻറ്റിജർ. അതുപോലെ സിൻസ് ബി ഡിവൈഡ് സി ആണ്, നമുക്ക് പറയാം സി ഈക്വൽ ടു എൻ ഇൻറ്റു ബി ഫോർ സം ഇൻറ്റിജർ എൻ. ജി സി ഡി എഫ് എ ആൻഡ് ബി നമുക്കറിയാം എന്താണെന്ന്? 1 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒട്ടു മുന്നത്തെ ലീനിയർ ജി സി ഡി എഫ് എ ബി എന്ന് പറയുന്ന ലീനിയർ കോമ്പിനേഷൻ ഈക്വൽ ആണല്ലോ ഓയിലേഴ്സ് തിയറം വെച്ചിട്ട്. അപ്പോൾ ആൽഫ എ പ്ലസ് ബീറ്റ ബി ഈക്വൽ ടു 1 ആണെന്ന് എഴുതാം ഫോർ സം ഇൻറ്റിജേഴ്സ് ആൽഫ ആൻഡ് ബീറ്റ. സി കൊണ്ട് ത്രൂ ഔട്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്തേ. അപ്പോൾ എന്താ വരുന്നത്? ആൽഫ എ സി പ്ലസ് ബീറ്റ ബി സി ഈക്വൽ ടു സി. ഇനി സിക്ക് പകരം ഫസ്റ്റ്, അതായത് ഫസ്റ്റ് സി ഉണ്ട് ആൽഫ എ സി, ആ സിക്ക് പകരം എൻ ഇൻറ്റു ബി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആൻഡ് പ്ലസ് ബീറ്റ ബി സി എന്നുള്ള ആ സിക്ക് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? എം എ. നമുക്ക് പ്രൂഫിന് ലാസ്റ്റ് ആൻസർ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ, കാരണം സിക്ക് 2 വാല്യൂസ് ഉണ്ട്, ഏത് വാല്യൂസ് വേണമെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി ഫസ്റ്റ് സിക്ക് എൻ ബി എന്നുള്ള വാല്യൂവും സെക്കൻഡ് സിക്ക് എം എ എന്നുള്ള വാല്യൂവും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് ആൽഫ എ സി പ്ലസ് ബീറ്റ ബി സി ഈക്വൽ ടു സി എന്നുള്ള ഇക്വേഷനിൽ. അപ്പോൾ നോക്കി, ആൽഫ എ ഇൻറ്റു ഫസ്റ്റ് സിക്ക് എൻ ബി പ്ലസ് ബീറ്റ ബി ഇൻറ്റു എം എ ഈക്വൽ ടു എന്താ? സി കിട്ടി. അതിന് നമുക്ക് ആവശ്യമുള്ളവരെ മാത്രം. എ ബി എന്ന് പറയുന്ന 2 ടേംസിലും ഉണ്ട് കോമൺ ആയിട്ട്, അവരെ പുറത്തെടുക്കും. അപ്പോൾ എ ബി പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് ടേം ബാക്കി ആരുണ്ട്? ആൽഫ എൻ
പ്ലസ് അടുത്ത അവിടുന്ന് എ ബി പോയാൽ ബാക്കി ആരുണ്ട് ബീറ്റ എം ഈക്വൽ ടു എന്തെന്ന് പറഞ്ഞ് സി എന്ന് കിട്ടി. അതായത് എ ബി ഇൻറ്റു ആൽഫ എൻ പ്ലസ് ബീറ്റ എം ഈക്വൽ ടു സി എന്ന് കിട്ടി. അതായത് എ ബി ആരെ ഡിവൈഡ് ചെയ്യുന്നതെന്ന് കിട്ടി, സീനെ ഡിവൈഡ് ചെയ്യും. ഇതെല്ലാവരും നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എ സീനെയും ഡിവൈഡ് ചെയ്യുന്നുണ്ട്, ബി സീനെയും ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ പ്ലസ് കണ്ടീഷൻ, അത് രണ്ടും ഡിവിഷൻ മാത്രം പോരാ, ജി സി ഡി ഓഫ് എ ആൻഡ് ബി എന്തും കൂടെ ആവണം, 1 കൂടെ ആയാൽ മാത്രമേ എ ബി ആരെ ഡിവൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ, സീനെ ഡിവൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നല്ല റിസൾട്ടാണ്. നെക്സ്റ്റ് ഒരു യൂക്ലിഡ്സ് കൊറോളറി നോക്കാം. ഇഫ് എ ആൻഡ് ബി ആർ റിലേറ്റീവ്ലി പ്രൈം ആൻഡ് ഇഫ് എ ഡിവൈഡ്സ് ബി സി ദെൻ എ ഡിവൈഡ്സ് സി. എയും ബിയും റിലേറ്റീവ്ലി പ്രൈമാണ്, അതുപോലെ തന്നെ എ ബി സിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, എയും ബിയും റിലേറ്റീവ്ലി പ്രൈമും ആണ്, എ ബി സിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് പറയാം, എ ഡിവൈഡ് സി. തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞത് എന്താണ്, എ സീനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്, ബിയും സീനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്, പ്ലസ് കണ്ടീഷൻ എന്നാൽ ജി സി ഡി ഓഫ് എ ആൻഡ് ബി ഈക്വൽ ടു 1 ആണെങ്കിൽ എ ബി സീനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ ആണെങ്കിൽ എയും ബിയും റിലേറ്റീവ്ലി പ്രൈമും എ ബി സിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എ സിയെ ഡിവൈഡ് ചെയ്തിരിക്കും. പ്രൂഫ് നോക്കാം. എയും ബിയും റിലേറ്റീവ്ലി പ്രൈം ആണെങ്കിൽ ജി സി ഡി ഓഫ് എ ആൻഡ് ബി ഈക്വൽ ടു 1 ആണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഓയിലേഴ്സ് കണ്ടീഷൻ വെച്ചിട്ട്, തിയറം വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം, എക്സിസ്റ്റ് ഇൻഡിജേഴ്സ് ആൽഫ ആൻഡ് ബീറ്റ സച്ച് ദാറ്റ് ആൽഫ എ പ്ലസ് ബീറ്റ ബി ഈക്വൽ ടു 1. അങ്ങനെയാണെങ്കിൽ ത്രൂ ഔട്ട് ഒരു സി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരും, ആൽഫ എ സി പ്ലസ് ബീറ്റ ബി സി ഈക്വൽ ടു സി. ഇനി നമുക്ക് തന്നിട്ടുള്ള ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം, എ ആരെ ഡിവൈഡ് ചെയ്യുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും, എ ആൽഫ എ സിനെ ഡിവൈഡ് ചെയ്യുന്നു എന്ന് പറയാൻ പറ്റും, അതുപോലെ തന്നെ ആരെ ഡിവൈഡ് ചെയ്യുന്നു എന്ന് പറയാൻ പറ്റും, എ ബീറ്റ ബി സിനെയും ഡിവൈഡ് ചെയ്യുന്നുണ്ടെന്ന് പറയാൻ പറ്റും, അല്ലേ? പറയാൻ പറ്റുമല്ലോ. ഇതിനെ എ ആൽഫ എ സിനെ ഡിവൈഡ് ചെയ്യും, കാരണം ഇതെല്ലാം അതിൻ്റെ മൾട്ടിപ്പിൾസ്, എ ബീറ്റ ബി സിനെയും ഡിവൈഡ് ചെയ്യും. അതുപോലെ തന്നെ ഇത് എ ബീറ്റ ബി സിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന എ ബി സിയുടെ ഇത് ആയതുകൊണ്ട് റിലേറ്റീവ്ലി പ്രൈം ആയതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൻ്റെ കോമ്പിനേഷൻ എ ഡിവൈഡ്സ് ദ ലീനിയർ കോമ്പിനേഷൻ ആൽഫ എ സി പ്ലസ് ബീറ്റ ബി സി. അങ്ങനെയാണെങ്കിൽ അതിൽ നിന്ന് സി പുറത്തെടുക്കാമെങ്കിൽ എ ഡിവൈഡ്സ് ആൽഫ എ പ്ലസ് ബീറ്റ ബി ഇൻറ്റു സി എന്ന് എഴുതാൻ പറ്റും, വിച്ച് ഇംപ്ലൈസ് എ ഡിവൈഡ്സ് സി. ഇതിൻ്റെ കാരണം എന്താ, ആൽഫ എ പ്ലസ് ബീറ്റ ബി തൊട്ട് മുകളിൽ നമ്മൾ എഴുതിയിട്ടുണ്ട് എ ആൻഡ് ബി ആർ റിലേറ്റീവ്ലി പ്രൈം, അതുകൊണ്ട് അവരുടെ കണ്ടീഷനുണ്ട് ആൽഫ എ പ്ലസ് ബീറ്റ ബി ഈക്വൽ ടു 1 എന്നുള്ളത്. ഇനി നെക്സ്റ്റ് നോക്കാം, പെയർ വൈസ് റിലേറ്റീവ്ലി പ്രൈം ഇൻഡിജേഴ്സ്. അതിന് മുന്നേ ഒന്നുകൂടെ നമ്മളിപ്പോൾ പറഞ്ഞ യൂക്ലിഡ്സ് കൊറോളറി നോക്കാം. എന്തായിരുന്നു, എയും ബി റിലേറ്റീവ്ലി പ്രൈമും എ ഡിവൈഡ്സ് ബി സി എന്നുള്ളൊരു കണ്ടീഷനും കൂടെ ഉണ്ടെങ്കിൽ എ സിനെ ഡിവൈഡ് ചെയ്യുന്നതായിരുന്നു. അപ്പോൾ അത് എ റിലേറ്റീവ്ലി പ്രൈം ആയതുകൊണ്ട് ജി സി ഡി ഓഫ് എ ആൻഡ് ബി ഈക്വൽ ടു 1 ആണ്. പിന്നെ നമ്മൾ യൂക്ലിഡ്സ് തിയറം അപ്ലൈ ചെയ്തു, അത് വെച്ചിട്ട് ത്രൂ ഔട്ട് സീനെ മൾട്ടിപ്ലൈ ചെയ്തു. നമുക്കറിയാം എ ആൽഫ എ സിനെ ഡിവൈഡ് ചെയ്യും, കാരണം എന്താ, ആൽഫ എ സി എന്ന് പറഞ്ഞാൽ എയുടെ മൾട്ടിപ്പിളാണ്, അപ്പോൾ അതിനെ ഡിവൈഡ് ചെയ്യും. ആൻഡ് എ ഡിവൈഡ്സ് ബീറ്റ ബി സി എന്ന് പറയാനുള്ള കാരണം നമുക്ക് തന്നിട്ടുണ്ട് എ ഡിവൈഡ്സ് എന്താ ബി സി ആണെന്ന്. അപ്പോൾ എ ബീറ്റ ബി സിനെയും ഡിവൈഡ് ചെയ്യും. അത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്താൽ അതിൻ്റെ ലീനിയർ കോമ്പിനേഷനെ എ ഡിവൈഡ് ചെയ്യും. അങ്ങനെ നമ്മൾ കോമൺ എടുത്തെല്ലാം വന്ന് എ ഡിവൈഡ് സി എന്ന് പ്രൂവ് ചെയ്ത്. ഇനി നോക്കേണ്ട പെയർ വൈസ് റിലേറ്റീവ്ലി പ്രൈം ഇൻഡിജേഴ്സ്. The positive integers a1, a2, etc. an are pairwise relatively prime if every pair of integers is relatively prime. a1, a2, etc. a എന്ന് പറയുന്ന കുറേ ഇൻറ്റിജേഴ്സ് റിലേറ്റീവ്ലി പ്രൈം എന്ന് പറയണമെങ്കിൽ പെയർ വൈസ് റിലേറ്റീവ്ലി പ്രൈം, പെയർ വൈസ് എന്ന് പറയുമ്പോൾ പെയർ എന്ന് പറയുമ്പോൾ അറിയാം രണ്ടെണ്ണം. അപ്പം പെയർ വൈസ് റിലേറ്റീവ്ലി പ്രൈം എന്ന് പറയണമെങ്കിൽ ഓരോ പെയർ ഓഫ് ഇൻറ്റിജേഴ്സ് അതായത് എല്ലാ പെയർ ഓഫ് ഇൻറ്റിജേഴ്സ് ഇവിടെ എന്തായിരിക്കണം, റിലേറ്റീവ്ലി പ്രൈം ആയിരിക്കണം. അതായത് എ ഐ എ ജെ ഈക്വൽ ടു എന്താണോ 1 ആയിരിക്കണം. വെൻ എവർ ഐ നോട്ട് ഈക്വൽ ടു ജെ, ഐ ഒരിക്കലും എന്താവരുത് ജെ. അതായത് എ വണ്ണോട് എന്തായാലും റിലേറ്റീവ്ലി പ്രൈം ആവത്തില്ല. അപ്പം A1, കാരണം A1ൻ്റെയും ജി സി ഡി എന്ത് തന്നെ ആയിരിക്കും, A1 ആയിരിക്കും വരുന്നത്. അപ്പോൾ AI AJ ഈക്വൽ ടു 1 ആയിരിക്കും വെൻ എവർ ഐ നോട്ട് ഈക്വൽ ടു ജെ. അപ്പോൾ എല്ലാ പെയറുകളും എന്താണ് തമ്മിൽ റിലേറ്റീവ്ലി പ്രൈം ആണെങ്കിൽ ദേ ആർ ഓൾ ഇൻറ്റിജേഴ്സ് ആർ സെറ്റ് ടു ബി എന്താണ് പെയർ വൈസ് റിലേറ്റീവ്ലി പ്രൈം. നോക്കാം 8, 15, 49 അത് പെയർ വൈസ് റിലേറ്റീവ്ലി പ്രൈം ആണോ? 8, 15ഉം 8, 49ഉം അതുപോലെ 15, 49 എന്ന് പറയുന്ന എല്ലാത്തിൻ്റെയും ജി സി ഡി എന്താ വരുന്നത് 1 ആണ്. സോ ദേ ആർ പെയർ വൈസ് റിലേറ്റീവ്ലി പ്രൈം. അടുത്ത് നോക്കി 6, 25, 77, 91 അതവർ തമ്മിലുള്ള ജി സി ഡി നോക്കി 6, 25 എല്ലാ പെയറും എന്താ റിലേറ്റീവ്ലി പ്രൈം ആവണമെന്നാണ്. ഏതെങ്കിലും ഒരെണ്ണത്തിൽ തന്നെ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എങ്കിൽ നമുക്ക് പറയാൻ പറ്റും ദേ ആർ നോട്ട് പെയർ വൈസ് റിലേറ്റീവ്ലി പ്രൈം എന്നുള്ളത്. അതങ്ങനെ വരത്തില്ല. നെക്സ്റ്റ് നോക്കി 77, 91 7 കൊണ്ട് തന്നെ രണ്ടിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്.
ഇത് നോക്കി, യൂക്ലീഡിയൻ ആൽഗോരിതം ഫോർ ഫൈൻഡിങ് GCD. വളരെ നിങ്ങൾ GCD ഇപ്പം ചെറിയ ചെറിയ നമ്പേഴ്സൊക്കെ ആണെങ്കിൽ നമുക്ക് അല്ലാതെ കണക്ക് കൂട്ടാൻ പറ്റും. വലിയ വലിയ നമ്പേഴ്സൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു യൂക്ലീഡിയൻ ആൽഗോരിതം വളരെ യൂസ്ഫുള്ളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ വളരെ എളുപ്പമാണ്. വളരെ ഇതിൻ്റെ പ്രോസസ്സിങ് നിങ്ങൾ നോക്കുമ്പോൾ വലുതാണെന്ന് തോന്നും, പക്ഷെ നമ്മൾ പ്രോബ്ലമൈസ് ചെയ്യുമ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യം മാത്രമാണ് യൂക്ലീഡിയൻ ആൽഗോരിതം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, യൂസ്ഫുൾ ആയിട്ടുള്ളൊരു മെത്തേഡാണ്. നോക്കാം GCD ഫൈൻഡ് ചെയ്യാനായിട്ട്. ലെറ്റ് A and B be any two positive integers with GCD ഫൈൻഡ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് യൂക്ലീഡിയൻ ആൽഗോരിതം. അതായത് എയും ബിയും രണ്ട് ഇൻറ്റിജേഴ്സ് ആണ്. എനി ടു പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് വിത്ത് A ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു B ആണ്. ആ ഒരു കണ്ടീഷൻ നോക്കണം. A ബിനെക്കാട്ടിലും വലുതായിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ എയും ബിയും രണ്ട് പോസിറ്റീവ് ഇൻറ്റിജറാണ്. A ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു B ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇഫ് A ഈക്വൽ ടു B, ഒരു ഫസ്റ്റ് കണ്ടീഷൻ നോക്കുക, A ഈക്വൽ ടു B ആണെന്ന് എടുക്കുക. അങ്ങനെയാണെങ്കിൽ GCD ഓഫ് A B എന്ന് പറയുന്നത് എന്തുമായിരിക്കും, GCD ഓഫ് A എന്ന് തന്നെ ആയിരിക്കും. GCD ഓഫ് A ആൻഡ് A എന്തുമായിരിക്കും, A തന്നെ ആയിരിക്കും വരുന്നത് അല്ലേ. A ഈക്വൽ ടു B ആണെങ്കിൽ GCD ഓഫ് AB എന്ന് പറയുന്നത് ആര് തന്നെ ആയിരിക്കും വരുന്നത്, A തന്നെ ആയിരിക്കും. കാരണം Bക്ക് പകരം A ഇട്ട് കൊടുത്തോ, എനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ സംഖ്യ എന്തുവാ, A തന്നെ. അങ്ങനെ ആയിരിക്കും വരുന്നത്. സോ അസ്യൂം A ഗ്രേറ്റർ ദാൻ B. അതുകൊണ്ട് A ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു B എന്നായിരുന്നു നമ്മൾ ആദ്യം അസ്യൂം ചെയ്യണമെന്ന് പറഞ്ഞത്. പക്ഷേ A ഈക്വൽ ടു B എന്നുള്ള കണ്ടീഷൻ വരുമ്പോഴത്തേക്ക് അതിൻ്റെ GCD എന്താണ്, A തന്നെ വരുന്നു. അപ്പോൾ A ഗ്രേറ്റർ ദാൻ B എന്നുള്ള കണ്ടീഷൻ നമ്മൾ എടുക്കണം. അപ്പോൾ എന്നിട്ട് നമ്മൾ ബിക്ക് പകരം R0 എന്ന് നമ്മൾ അസ്യൂം ചെയ്യുക. ലെറ്റ് R0 ഈക്വൽ ടു B എന്ന് പറഞ്ഞ വാല്യൂ കൊടുക്കുക. ഡിവിഷൻ ആൽഗോരിതത്തിനെ നമ്മൾ ആപ്ലിക്കേഷൻ വീണ്ടും ഡിവിഷൻ ആൽഗോരിതം ചെയ്യുക. അതായത് എനെ R0, അതായത് എനെ B കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമുക്കൊരു കോഷ്യൻ്റ് റിമൈൻഡറും കിട്ടിയെന്നുള്ളൂ. A ഈക്വൽ ടു Q0 R0 പ്ലസ് R1. R0ൻ്റെ സ്ഥാനത്ത് എന്ന് പറഞ്ഞാൽ B ആയിരുന്നു, Bയുടെ സ്ഥാനത്ത് നമ്മൾ R0 കൊടുത്തു. അപ്പോൾ A ഈക്വൽ ടു Q0 R0 പ്ലസ് R1 വേർ 0 ലെസ് ദാൻ ഈക്വൽ ടു R1 ലെസ് ദാൻ R0. Q0 എന്ന് പറയുന്നത് ബീനെ A കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പം കിട്ടിയ കോഷ്യൻ്റ് ആണ്. സോറി, എനെ B കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ കിട്ടിയ കോഷ്യൻ്റ് ആണ് Q0 എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ വരും, 0 ലെസ് ദാൻ ഈക്വൽ ടു R1 ലെസ് ദാൻ R0. ഇനി അടുത്ത നോക്കി, R0 ഇസ് ഈക്വൽ ടു എന്ത് എഴുതാൻ പറ്റും, R0നെ ഇനി നമ്മൾ സക്സസീവ് ആപ്ലിക്കേഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ ആ കിട്ടുന്ന ഡിവൈസറിനെ വീണ്ടും റിമൈൻഡർ കൊണ്ട് അങ്ങനെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ആദ്യം ബീനെ A കൊണ്ട് ഡിവൈഡ് ചെയ്തു, എനെ B കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഒരു കോഷ്യൻ്റെ റിമൈൻഡറും കിട്ടി. ആ B എന്നുള്ളതിനെ R0 എന്നായിരുന്നല്ലോ വിളിച്ച ആ ഡിവൈസറിനെ വീണ്ടും ആരെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക, നമ്മുടെ റിമൈൻഡർ കൊണ്ട് വീണ്ടും ഡിവൈഡ് ചെയ്യുക. നോക്കി, R0 ആയിരുന്നു തൊട്ട് മുന്നത്തെ ഡിവൈസർ, R1 ആയിരുന്നു അവിടുത്തെ റിമൈൻഡർ. അപ്പോൾ റിമൈൻഡർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോകും R0നെ. അപ്പോൾ R0 ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാൻ പറ്റും, ഈക്വൽ ടു Q1 R1 പ്ലസ് R2. അതായത് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു R2 ലെസ് ദാൻ R1. ഇങ്ങനെ അടുത്തത് വീണ്ടും R1നെ ആറ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക, R2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ അടുത്തൊരു R1 ഇസ് ഈക്വൽ ടു Q2 R2 പ്ലസ് R3 എന്ന് കിട്ടും. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു R3 ലെസ് ദാൻ R2. ഇങ്ങനെ പോകും. കണ്ടിന്യൂയിങ് ലൈക്ക് ദിസ് വി ഗെറ്റ് എ സീക്വൻസ് ഓഫ് റിമൈൻഡേഴ്സ്. അല്ല, ഇങ്ങനെ ഈ ഒരു പ്രോസസ്സ്, അതായത് കിട്ടുന്ന ഡിവൈസറിനെ റിമൈൻഡർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ പോയി വരുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന നോക്കി, ഇവിടെ നോക്കി ഇതിൻ്റെ റിമൈൻഡേഴ്സിൻ്റെ സെക്ഷൻ നോക്കി. ഫസ്റ്റ് സ്റ്റെപ്പിൽ 0 ലെസ് ദാൻ ഈക്വൽ ടു R1 ലെസ് ദാൻ R0 ആയിരുന്നു. സെക്കൻഡ് സ്റ്റെപ്പിൽ വരുമ്പോഴത്തേക്ക് 0 ലെസ് ദാൻ ഈക്വൽ ടു R2 ലെസ് ദാൻ R1. അതിനേക്കാളും ചെറുതാണ് നിങ്ങളുടെ റിമൈൻഡർ വരുന്നത്. അടുത്തത് വരുമ്പോൾ R2നേക്കാളും ചെറുതായിട്ടുള്ള റിമൈൻഡറാണ് R3. അപ്പോൾ ഇങ്ങനെ പോയി വരുമ്പോൾ നമുക്ക് റിമൈൻഡേഴ്സിൻ്റെ ഒരു സീക്വൻസ് എടുത്താൽ നമുക്കറിയാം B ഈസ് ഈക്വൽ ടു R0 ആണല്ലോ. R0 തന്നെ B എന്നല്ലേ എടുത്ത്, അതിനേക്കാട്ടിലും വലുത്, അതായത് R0 ആണ് ഏറ്റവും വലുത്. അതിനേക്കാട്ടിലും ചെറിയ ആളാണ് ആര്, R1. അതിലും ചെറിയ ആളാണ് ആര്, R2. അങ്ങനെ പോയി. പക്ഷേ ഇവരെല്ലാം എന്തായിരിക്കും, ഗ്രേറ്റർ ദാൻ അവർക്കുള്ള 0 ആയിരിക്കും നമുക്ക് അറിയാൻ പറ്റും. കാരണം ഇതെല്ലാം എന്താണ്, പോസിറ്റീവ് ആണ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനൊരു റിമൈൻഡറിൻ്റെ സെറ്റ് നമുക്ക് ഇങ്ങനെ കിട്ടും. അതായത് R0 ഏറ്റവും വലുത്, അതിൽ ചെറുത് R1, അതിൽ ചെറുത് R2, അങ്ങനെ കിട്ടി വരുമ്പോഴത്തേക്ക് ഒരു സ്റ്റേജിൽ എത്തുമ്പോഴത്തേക്ക് നമുക്ക് പറയാൻ പറ്റും എന്താണ്, ഇതിൽ ഏതെങ്കിലും ഒരു റിമൈൻഡർ എന്താ 0 ആയി പോകും. കാരണം ഇങ്ങനെ ചെറുതായി വരുമല്ലേ. അപ്പം സിൻസ് ദ റിമൈൻഡേഴ്സ് ആർ നോൺ നെഗറ്റീവ് ആൻഡ് ആർ ഗെറ്റിംഗ് സ്മോളർ ആൻഡ് സ്മോളർ, ഓരോ റിമൈൻഡേഴ്സ് നോൺ നെഗറ്റീവായി എന്നിട്ട് അത് ചെറുതായി വരുന്നതുകൊണ്ടിരിക്കുന്നുണ്ട്. ദിസ് സീക്വൻസ് ഷുഡ് ഇവൻച്വലി ടെർമിനേറ്റ് വിത്ത് റിമൈൻഡർ RN + 1 = 0. അപ്പം ഇത് ഏതോ ഒരു സ്റ്റേജിൽ ഇവൻച്വലി ടെർമിനേറ്റ് എന്ന് പറഞ്ഞാൽ ഏതോ ഒരു സ്റ്റേജിൽ ടെർമിനേറ്റ് ചെയ്യുക, സ്റ്റോപ്പ് ആവുക. അതായത് റിമൈൻഡർ എന്തായി പോവുക, ഈ പ്രോസസ്സ് നമുക്ക് നിർത്തേണ്ടതായി വരിക എന്ന് പറഞ്ഞാൽ റിമൈൻഡർ 0 ആയി പോവുക. അത് നോക്കാം. ഇതിൻ്റെ ഈ ഒരു പ്രൊസീജിയറിൻ്റെ ഏറ്റവും അവസാനം വരുന്ന ഏതാണ്ട് 2 ഇക്വേഷൻസ് എഴുതുവാണ്.
That is, the last two equations in this procedure are Rn minus 2 is equal to Rn minus 2 ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് വരുമ്പോൾ Rn minus 2 ഡിവൈഡ് ചെയ്യാൻ എന്തുമായിരിക്കും, ഈക്വൽ ടു Qn minus 1 ഇൻറ്റു Rn minus 1 പ്ലസ് Rn, ഇങ്ങനെ ആയിരിക്കും വരുന്നത്. ഇനി അടുത്ത Rn minus 1 ആര് ഡിവൈഡ് ചെയ്യും, Rn കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ Rn minus 1 ഈക്വൽ ടു സം Qn ഇൻറ്റു Rn എന്ന് വരും. ബാക്കി റിമൈൻഡർ എന്തായി പറ്റും, 0 ആയേ പറ്റൂ. കാരണം ഇങ്ങനെ റിമൈൻഡേഴ്സ് കുറഞ്ഞ് വരുന്ന സ്റ്റേജിൽ ഏതോ ഒരു സ്റ്റേജിൽ അതെന്തായി പോവും, 0 ആയേ പറ്റുന്നുള്ളൂ. ദിസ് ഫോളോസ് ദാറ്റ് ബൈ ഇൻഡക്ഷൻ GCD ഓഫ് എ ബി എന്ന് പറഞ്ഞാൽ, നമ്മൾ GCD ഓഫ് എ ബി ആയിരുന്നു എന്തെന്ന് പറഞ്ഞാൽ, എയുടെയും ബിയുടെയും GCD എന്ന് പറഞ്ഞാൽ ബീനെ എനെ ബി കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ കിട്ടിയ റിമൈൻഡർ വെച്ച് അങ്ങനെ നമ്മളൊരു ഡിവിഷൻ അൽഗോരിതത്തിൻ്റെ ഒരു ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്ത് നമ്മളെന്താണ് എയുടെയും ബിയുടെയും GCD എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്ത് കിട്ടി, എയും R0 ആണെന്ന് കിട്ടി. ബിക്ക് പകരം R0 ഇട്ട് അല്ലേ, R0 എന്ന് പറയുന്ന എ, അതുപോലെ അതെന്ന് പറഞ്ഞാൽ എന്താ, R0 R1 ഈക്വൽ ആണെന്ന് കിട്ടി. R1 R2 ഇതിൻ്റെ എല്ലാം GCDക്ക് ഈക്വൽ എക്സെട്ര. Rn minus 1 Rൻ്റെ GCD എന്ന് പറയുന്നത് എന്തായിരിക്കും നിങ്ങൾക്ക് വരുന്നത്, Rn ആയിരിക്കും വരുന്നത്, വിച്ച് ഇസ് ദ ലാസ്റ്റ് നോൺ സീറോ റിമൈൻഡർ. അതായത് ഏറ്റവും അവസാനം നിങ്ങൾക്ക് കിട്ടുന്ന നോൺ സീറോ റിമൈൻഡർ ആയിരിക്കും ആരെന്ന് പറയുന്നത്, Rn. കാരണം അത് 0 ആയിപ്പോയാൽ നിങ്ങൾക്ക് പിന്നെ അങ്ങോട്ട് അടുത്ത സ്റ്റെപ്പ് ചെയ്യാൻ തൊട്ട് മുന്നത്തെ സ്റ്റെപ്പിൽ വെച്ച് തന്നെ അത് സ്റ്റോപ്പ് ആവാൻ, ഈ ഒരു നിങ്ങളുടെ ഡിവിഷൻ അൽഗോരിതം സ്റ്റോപ്പ് ആവേണ്ടതാണ് അല്ലേ. അപ്പം ലാസ്റ്റ് നോൺ സീറോ റിമൈൻഡർ ആണ് ആരെന്ന് പറയുന്നത്, Rn എന്ന് പറയുന്നത്. ജസ്റ്റ് നിങ്ങൾക്ക് ഒരു പ്രോബ്ലം വെച്ച് നോക്കാം. ഈ രീതി ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഡിവിഷൻ അൽഗോരിതം മാത്രം അപ്ലൈ ചെയ്ത് നിങ്ങൾ ഇൻഡിജേഴ്സിൻ്റെ GCD കണ്ടുപിടിക്കാൻ നോക്കാം. ജസ്റ്റ് ഒരു പ്രോബ്ലം നോക്കാം. അപ്ലൈ യൂക്ലിഡിയൻ അൽഗോരിതം ടു ഫൈൻഡ് 407 ടു ഫൈൻഡ് ദ GCD ഓഫ് 4076 ആൻഡ് 1024. നോക്കാം. 4076 ഫസ്റ്റ് ആരെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം, ബി, നമ്മുടെ എ ആണ് 4076, ബി ആണ് 1024. അപ്പം 4076 1024 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താ, കോഷ്യൻ്റ് 3 പ്ലസ് 1004 ആണ് നിങ്ങൾക്ക് റിമൈൻഡർ കിട്ടും. നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ. എന്നിട്ട് അത് തന്നെ വീണ്ടും അതിൽ കിട്ടുന്ന കോഷ്യൻറ്റിനെ എടുത്ത് ആരെ കൊണ്ട് ഡിവൈഡ് ചെയ്യിപ്പിക്കുക, 1004 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എന്താ 1024 ഈക്വൽ ടു 1 ഇൻറ്റു നിങ്ങളുടെ ആൽഗോരിതം എന്ന് പറയുന്നത് അങ്ങനെ ആയിരുന്നല്ലോ. ഫസ്റ്റ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന എനെ ബി കൊണ്ട് ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, ആ കിട്ടുന്ന കോഷ്യൻറ്റിനെ അവിടെ വന്ന റിമൈൻഡർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ബാക്കി വന്നതാണ് 20 എന്ന് പറയുന്ന റിമൈൻഡർ. ഇനി വീണ്ടും ഇവിടുത്തെ കോഷ്യൻ്റ് എന്ന് പറയുന്നത് 1004 ആണ്. അതിനെ ആരെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 20 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം 50 ഇൻറ്റു 20 പ്ലസ് 4 എന്ന് വരും. ഇനി 20നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5 എന്ന് വരും കോഷ്യൻ്റ്, പ്ലസ് 0 ആയിരിക്കും റിമൈൻഡർ അല്ലേ. 20നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5 വന്നിട്ട് റിമൈൻഡർ 0. അപ്പോൾ ലാസ്റ്റ് നോൺ സീറോ റിമൈൻഡർ എന്ന് പറയുന്നത് ആരാണ്, ഏറ്റവും ഇപ്പം നോക്കി ഇവിടുത്തെ നോൺ സീറോ ആയിട്ടുള്ള റിമൈൻഡർ എന്ന് പറയുന്നത് ഏതാണ്, തൊട്ട് താഴെ ഇവിടെ 0 ആയി പോകുന്നു, പിന്നെ തൊട്ട് മുകളിലത്തെ ഏതാണ്, 4 ആണ്. ലാസ്റ്റ് നോൺ സീറോ റിമൈൻഡർ ആണ് ആരെന്ന് പറയുന്നത്, നമ്മുടെ GCD എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് 4076 1024ൻ്റെയും GCD എന്ന് പറയുന്നത് എന്താണ് 4. അപ്പം നമുക്ക് GCD വലിയ നമ്പേഴ്സൊക്കെ വരുമ്പോൾ, ഞാൻ ആദ്യമേ പറഞ്ഞു വലിയ നമ്പേഴ്സൊക്കെ വരുമ്പോൾ നമുക്ക് ഈ ഒരു യുക്ലിഡിയൻ അൽഗോരിതം എന്ന് പറയുന്നത് വളരെ ഹെൽപ്ഫുൾ ആണ്. നമുക്കിത് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് പ്രോബ്ലംസ് ചെയ്ത് നോക്കണേ. ഇനി യൂസിങ് യുക്ലിഡിയൻ അൽഗോരിതം എക്സ്പ്രസ് ഇതല്ലാതെ വേറെ ഇഷ്ടംപോലെ ഞാൻ ക്വസ്റ്റ്യൻസ് തരാം, നിങ്ങൾ ചെയ്ത് നോക്കണം ഇതേപോലെ GCD കണ്ടുപിടിക്കാനായിട്ടുള്ള. Using Euclidean algorithm express 4076 1024 as a linear combination of 4076 and 1024. ഇപ്പോൾ നമ്മൾ അതിൻ്റെ GCD കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കണ്ടുപിടിച്ച അത് എന്താണ്, നമുക്ക് യുക്ലീഡ്സ് തിയറം വെച്ചിട്ട് നമുക്കറിയാം എന്താണ്, രണ്ട് നമ്പേഴ്സിൻ്റെ GCD എന്ന് പറയുന്നത് അതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ഈക്വൽ ആണെന്ന്. അപ്പോൾ ഇപ്പോൾ നമ്മൾ തൊട്ട് മുന്നേ കണ്ടുപിടിച്ച നമ്പേഴ്സ് തന്നെ എക്സാമ്പിളായിട്ട് എടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ GCD നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 4 ആണെന്ന്. അതിനെ എങ്ങനെ ആക്കി എഴുതണം, ആ നമ്പേഴ്സിൻ്റെ 4076ൻ്റെയും 1024ൻ്റെയും ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതണം. അപ്പോൾ അതിനുവേണ്ടി നമുക്കറിയാം GCD ഓഫ് ദിസ് ആർ 4. അപ്പോൾ 4നെ തൊട്ട് താണ്ട് ഇവിടെ ചെയ്ത ആ പ്രോസസ്സ് നോക്കി, ഇവിടുത്തെ തേർഡ് സ്റ്റെപ്പ് 4നെ എങ്ങനെ എഴുതാൻ പറ്റും, 1004 മൈനസ് എന്താണെന്ന് എഴുതാൻ പറ്റും, 50 ഇൻറ്റു 20 എന്ന് എഴുതാൻ പറ്റുമല്ലോ. 4നെ അവിടെ നിർത്തിയിട്ട് ബാക്കി എല്ലാവരെയും അപ്പുറത്തെ സൈഡിൽ കൊണ്ടുവരും, അത് ഇവിടോട്ട് അപ്ലൈ ചെയ്യാം. 1004 മൈനസ് 50 ഇൻറ്റു 20. ഇനി നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, അതിൻ്റെ തൊട്ട് മുകളിലത്തെ സ്റ്റെപ്പിൽ 20ക്ക് പകരം എന്ത് കൊടുക്കുക, 20ക്ക് പകരം ഇവിടുന്ന് 1024 സെക്കൻഡ് സ്റ്റെപ്പ് ചെയ്യുന്നത് 1024 മൈനസ് 1004. അപ്പോൾ തൊട്ട് മുകളിലോട്ട് ഇവിടുന്ന് മുകളിലോട്ട് പോകുന്ന സ്റ്റെപ്പാണ് ഇതിന് ലീനിയർ കോമ്പിനേഷൻ എഴുതുന്നത്. ഈ ഒരു രീതി മനസ്സിലാക്കണേ. 1004 മൈനസ് 50 ഇൻറ്റു 20ക്ക് പകരം 1024 മൈനസ് 1 ഇൻറ്റു 1024. ഇനി നോക്കി ഇതകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 1004 മൈനസ് 50 ഇൻറ്റു 1000 അതങ്ങനെ എഴുതി വെക്കുന്നേ ഉള്ളൂ. 50 ഇൻറ്റു 1004
പ്ലസ് എന്താ വരുന്നത്, പ്ലസ് 1 × 1004. ആ 1004ൻ്റെ ടേംസ് രണ്ടും കൂടെ വരുമ്പോൾ 1 × എന്നല്ല 50 × എന്നാണ്. 50 × 1004 ഇവിടെ ഒരു 1004 ഉണ്ട് അല്ലേ. അപ്പോൾ അതെന്താ വരും, അവിടെ 1 × 1004 എന്ന് എഴുതി അതെന്ത് ടോട്ടലി 51 × 1004 എന്ന് വരും. മൈനസ് ബാക്കി ആരുണ്ട് 50 × 1024. മനസ്സിലായോ? ഇത് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് എക്സ്പാൻഡ് ചെയ്ത് വന്നതാണ് ഈ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി ആർക്കാണ് കൊടുക്കേണ്ടത്? 1024 അല്ല, ഇനി തൊട്ട് മുകളിലത്തെ സ്റ്റെപ്പിൽ പോകുന്ന ആർക്കാണ്? അതിൻ്റെ അടുത്ത റിമൈൻഡർ 1004 ആണ്. 1004 കൊടുക്കുമ്പോൾ എങ്ങനെ വരും? 4076 മൈനസ് 3 × 1024 എന്ന് കൊടുക്കുക. അപ്പോൾ 4076 51 × 4076 മൈനസ് 3 × 1024 ഈസ് ഈക്വൽ ടു 50 മൈനസ് 1024. ഇനി നോക്കി ഇതേപോലെ തന്നെ ഇത് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 51 × 4076 മൈനസ് 51 × 3 എന്ന് പറയുന്നത് എത്ര വരും? 315. 153 1024 എന്ന് 153 × 1024 എന്ന് വരും. പിന്നെ ഇവിടെ ആരുണ്ട്? മൈനസ് 50 1024. അത് ചെയ്യുമ്പോഴത്തേക്ക് എന്താണ് നിങ്ങൾക്ക് വരുന്നത്? മൈനസ് 203 × 104. അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള ലീനിയർ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങളുടെ എയും ബി ഇൻഡിജേഴ്സ് എന്തായിരുന്നു? 4076 അല്ലേ, അതുപോലെ 1024. ഇതിൻ്റെ എന്താണ് ഒരു സം? നിങ്ങൾക്ക് ലീനിയർ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ എന്തോ എയും ബിയും ആണെങ്കിൽ സം MA + NB എന്ന് എഴുതാം, അഥവാ ആൽഫ A + ബീറ്റ B എന്ന് എഴുതാം. നിങ്ങളുടെ എ ആരായിരുന്നു? 4076, ബി ആരായിരുന്നു? 1024. അതിൻ്റെ ഇപ്പുറത്തുള്ള നമ്പേഴ്സാണ് അതിൻ്റെ എയും ബി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ലീനിയർ കോമ്പിനേഷൻ ആയിട്ടല്ലേ ഇവിടെ എഴുതിയിരിക്കുന്നത്. നിങ്ങളുടെ GCDയിൽ നിന്ന് തുടങ്ങി നിങ്ങൾ അതിൻ്റെ ലീനിയർ കോമ്പിനേഷനിലേക്ക് എത്തി. അപ്പോൾ നിങ്ങൾക്ക് യൂക്ലിഡിയൻ അൽഗോരിതം വെച്ചിട്ട് നിങ്ങൾക്ക് GCDയിൽ നിന്നും എന്ത് എഴുതാൻ പറ്റും? അതിൻ്റെ ലീനിയർ അതേ നമ്പേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷനിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. ദിസ് ഇസ് ദ ലീനിയർ കോമ്പിനേഷൻ ഓഫ് 4076 ആൻഡ് 1024. അതായത് 4076ഉം 1024ൻ്റെ ലീനിയർ കോമ്പിനേഷനാണ് എഴുതിയിട്ടിരിക്കുന്നത്. ഈ ടൈപ്സ് ഓഫ് പ്രോബ്ലം നല്ലപോലെ ചെയ്ത് നോക്കുക. കുറേ എക്സാമ്പിൾസ് ഞാൻ തരുന്നതായിരിക്കും. ഇനി നെക്സ്റ്റ് വളരെ വേണ്ടപ്പെട്ട വളരെ ക്വസ്റ്റ്യൻസ് കൂടുതലും ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക്. യൂക്ലിഡിയൻ അൽഗോരിതം വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ഒരുപാട് ചോദിക്കുന്നതാണ്. ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക് എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത് വളരെ മെയിനായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട, നമ്പർ തിയറിയിൽ വളരെ അടിസ്ഥാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക്. ലെമ്മ, യൂക്ലിഡ്സ് ലെമ്മ. ഇതിലേക്ക് വരുന്നതിന് മുന്നേ കുറച്ച് ലെമ്മേഴ്സ് ഒക്കെ വേണം. ഇഫ് P is a prime and P divides AB, then P divides A or P divides B. P ഒരു പ്രൈമാണ്, P ABനെ ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ P ഒന്നെങ്കിൽ Aനെ ഡിവൈഡ് ചെയ്യും, അല്ലെങ്കിൽ P ആരെ ഡിവൈഡ് ചെയ്യും? Bനെ ഡിവൈഡ് ചെയ്യും. അപ്പം P ഒരു പ്രൈമാണ്, അതുപോലെ തന്നെ P ABനെ ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ P Aനെയും ഡിവൈഡ് ചെയ്യും, അഥവാ P Bനെയും ഡിവൈഡ് ചെയ്യും. സപ്പോസ് അപ്പോൾ നമുക്ക് എന്തെടുക്കാം? P Aനെ ഏതെങ്കിലും ഒന്നേ സംഭവിക്കത്തുള്ളൂ. അപ്പോൾ P Aനെ ഡിവൈഡ് ചെയ്യുന്നില്ല എന്നെടുക്കാം. അപ്പോൾ നമുക്ക് ആരെയാണ് ഡിവൈഡ് ചെയ്യുന്നതെന്ന് കാണിക്കേണ്ടത്? P Bയെ ഡിവൈഡ് ചെയ്യുന്നതെന്ന് കാണിക്കണം. കാരണം ഏതറാണ് P ഒരു പ്രൈമും P ABനെ ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ P ഒന്നെങ്കിൽ Aനെ ഡിവൈഡ് ചെയ്യണം, ഓർ P Bനെ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ P Aനെ ഡിവൈഡ് ചെയ്യുന്നില്ല എന്ന് എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ GCF P and A എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കുമല്ലോ. രണ്ടുപേരും തമ്മിൽ ബന്ധമില്ല എന്ന് പറയുമ്പോൾ ദേ ആർ റിലേറ്റീവ്ലി പ്രൈമാണ്. സോ അങ്ങനെയാണെങ്കിൽ യൂക്ലിഡ്സ് തിയറം വെച്ചിട്ട് GCD of Pനെ ഇങ്ങനെ എഴുതാം, ആൽഫ P + ബീറ്റ A എന്ന് എഴുതാം, വിച്ച് ഇസ് ഈക്വൽ ടു 1 എന്ന് എഴുതാം. ത്രൂ ഔട്ട് ഒരു B കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ B × ആൽഫ P + B × ബീറ്റ B ഈക്വൽ ടു B എന്ന് വരും. നമുക്കിപ്പോൾ അറിയാം P എന്താണ്? Pനെ തന്നെ ഡിവൈഡ് ചെയ്യും. Pനെ ഡിവൈഡ് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമില്ല. P is a prime, so P divides P and P divides AB. P divides AB തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അവരുടെ ലീനിയർ കോമ്പിനേഷനായ തൊട്ട് മുകളിലത്തെ എഴുതിയിരിക്കുന്നത് അതിനെ ആര് ഡിവൈഡ് ചെയ്യും? P ഡിവൈഡ് ചെയ്യുമല്ലോ. Pൻ്റെ ലീനിയർ കോമ്പിനേഷനെ P ABയുടെ ലീനിയർ കോമ്പിനേഷൻ ഡിവൈഡ് ചെയ്യും. അപ്പോൾ ത്രൂ ഔട്ട് P ഡിവൈഡ്സ് എന്താണ്? B എവിടെ നിന്ന് കോമൺ എടുക്കുമ്പോൾ ആൽഫ P + ബീറ്റ. ആൽഫ P + ബീറ്റ എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. സോ P ഡിവൈഡ്സ് എന്തെന്ന് കിട്ടി? B എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് P ഒരു പ്രൈമും P ABനെ ഡിവൈഡ് ചെയ്യുന്നുണ്ടെന്ന് എടുത്താൽ P ഒന്നെങ്കിൽ Aനെ ഡിവൈഡ് ചെയ്യും, ഓർ P ഡിവൈഡ്സ് B എന്നായിരിക്കും. ഇനി അടുത്തൊരു ലെമ്മ. ലെറ്റ് P be a prime, P divides A1, A2, etc. AN, where A1, A2, etc. AN are positive integers. Then P divides AI for some I, where 1 less than or equal to I less than or equal to n. P ഒരു പ്രൈമാണ്, P A1, A2, etc. ANകളെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് A1, A2, etc. AN എന്ന് പറയുന്നത് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ആണ്. അതുപോലെ P ആരെ ഡിവൈഡ് ചെയ്യും? AIനെ ഡിവൈഡ് ചെയ്യുമെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഫോർ സം I. അതായത് P ഒരു പ്രൈമാണ്, അവരുടെ പ്രോഡക്റ്റ് A1, A2, etc. AN എന്ന് പറഞ്ഞ ഇൻറ്റീജേഴ്സിൻ്റെ പ്രോഡക്റ്റിനെ P ഡിവൈഡ് ചെയ്യുന്നുണ്ടെന്നുണ്ട്. A1, A2, etc. എല്ലാ ANകളെല്ലാം പോസിറ്റീവ് ഇൻറ്റീജേഴ്സ്. അങ്ങനെയാണ് P divides AI. ഓരോന്നിനെയും ഡിവൈഡ് ചെയ്യുന്നതാണ് കാണിക്കും. തൊട്ട് മുകളിലത്തേത് എന്താണ്? ഒന്നെങ്കിൽ അതിനെ അല്ലെങ്കിൽ ഇതിനെ. P ഒരു പ്രൈം ആണെങ്കിൽ P ABനെ ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ either P divides A or P divides B എന്നാണ്.
ഇവിടെ അതിൻ്റെ ഒരു ഒരു ലീനിയർ അല്ലോ കോമ്പിനേഷനെ തന്നെ ഫുള്ളായിട്ട് പി ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പി ഓരോന്നിനെയും ഡിവൈഡ് ചെയ്യുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. നോക്കാം. ബൈ വീക്ക് ഇൻഡക്ഷൻ വഴിയാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് n = 1 കൊടുക്കുമ്പോഴത്തേക്ക് എന്തായാലും പി ഡിവൈഡ്സ് എന്തായിരിക്കും A1. പി ഡിവൈഡ്സ് A1 എന്ന് പറയുമ്പോൾ എന്തായാലും പി ഡിവൈഡ് ചെയ്തേ പറ്റത്തുള്ളൂ. ഈ ഒരു പി എന്ന് പറഞ്ഞാൽ A1 നമുക്കുള്ള തന്നിരിക്കുന്ന കണ്ടീഷൻ എന്തുവാ, പി ഒരു പ്രൈം ആണെന്നും പി A1 × A2 × എക്സെട്രാ A ഡിവൈഡ് ചെയ്യും. അപ്പോൾ പി എന്തായാലും n-ന് 1 കൊടുക്കും, പി A1-നെ ഡിവൈഡ് ചെയ്യുമല്ലോ. അപ്പോൾ റിസൾട്ട് അവിടെ തന്നെ ഡയറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യും. നെക്സ്റ്റ് നോക്കി, when n = 1 the result follows clearly. നോക്കാം. നെക്സ്റ്റ് assume it is true for n = k. n = k അത് assume ചെയ്യാം. അപ്പോൾ എന്താ വരുന്നത്, if p divides A1 A2 etc. ak, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് വരുന്നത്, പ്രൂവ് ചെയ്യേണ്ടത് p divides ai for some i. ഇതാണ് നമ്മൾ assume ചെയ്യുന്ന കണ്ടീഷൻ. ഓക്കെ, ഇനി നമ്മൾ എന്തായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്, ഇങ്ങനെ ഇനി സപ്പോസ് പി ഡിവൈഡ്സ് A1 A2 etc. ak + 1 അല്ലേ, k+1 അല്ലേ ഇനി പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, ദാറ്റ് ഈസ് പി ഡിവൈഡ്സ് A1 A2 etc. ak × ak+1 എന്ന് എഴുതാം. യൂക്ലിഡ്സ് ലെമ്മ വെച്ചിട്ട് എന്താ തൊട്ട് മുന്നേ ഉള്ളത് പഠിച്ചോളൂ. ഇങ്ങനെ ഒരു ലീനിയർ കോമ്പിനേഷൻ ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ പി ഡിവൈഡ്സ് A1 × A2 × etc. ak ആയിരിക്കും, ഓർ പി ഡിവൈഡ്സ് ak+1 ആണ്. തൊട്ട് മുന്നത്തെ കൊറോളറിയോ ലെമ്മയായിരുന്നു. പി ഡിവൈഡ്സ് എ ബി ആണെങ്കിൽ പി ഒരു പ്രൈമോ ആണെങ്കിൽ എന്താ ഇതർ പി ഡിവൈഡ്സ് എ ഓർ പി ഡിവൈഡ്സ് ബി എന്നുള്ള പോലെ തന്നെ ഇവിടെ എക്ക് പകരം A1 A2 etc. ak എന്നും ബിക്ക് പകരം ak+1 ആണെന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇഫ് പി ഡിവൈഡ്സ് A1 A2 etc. ak then p ഡിവൈഡ്സ് എന്താണ്, a i ആണ്. ഫോർ സം i 1 ലെസ് ദാൻ ഓർ ഇക്വൽ ടു i ലെസ് ദാൻ ഓർ ഇക്വൽ ടു k എന്ന് പറയാൻ പറ്റുമല്ലോ. പി A1 A2 etc. ak-നെ ഡിവൈഡ് ചെയ്ത് എന്തെന്ന് വെച്ചാൽ നമ്മുടെ അസംഷൻ തൊട്ട് മുകളിൽ നമ്മൾ കേക്ക് വേണ്ടി അസ്യൂം ചെയ്ത് വെച്ചിട്ടുണ്ട്. A1 to ak വരെയുള്ളവരെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ദെൻ പി ഡിവൈഡ്സ് i ആണെന്നുള്ളത് അസ്യൂം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതെന്തായാലും ഡിവൈഡ് ചെയ്യും. പിന്നെ ഉള്ളത് എന്താണ്, പി ഡിവൈഡ്സ് ak+1 പറ്റുമല്ലോ. n-ന് k+1 എന്നുള്ളത് പോട്ടെ, n-ന് നമ്മൾ എന്തൊരു വാല്യൂ ആ പി A1 A2 etc. ak ഒരു കോമ്പിനേഷന് ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പോട്ടെ ഏതെങ്കിലും ഒരു വാല്യൂസിന് നമുക്ക് n-ന് 1 കൊടുത്ത പോലെ n-ന് k+1 കൊടുക്കുമ്പോഴേ എന്താണ് ഇത് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് നമുക്ക് കിട്ടും. അപ്പോൾ രണ്ട് കേസിലും പി എന്താണ് ഡിവൈഡ് ചെയ്യുന്നുണ്ടെന്ന് കിട്ടി. അപ്പം സോ ദസ് പി ഡിവൈഡ്സ് ai where 1 ലെസ് ദാൻ ഇക്വൽ ടു i ലെസ് ദാൻ ഇക്വൽ ടു k ഓർ എന്താണ് പി ഡിവൈഡ്സ് ak+1. അപ്പോൾ രണ്ട് കേസിലും എന്താണ് പി ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇൻ എനി കേസസ് പി ഡിവൈഡ്സ് ai for some i where 1 less than equal to i less than equal to k+1. Thus by induction the results hold for every positive integer. അങ്ങനെ എല്ലാ പോസിറ്റീവ് ഇൻറ്റിജറിന് ഇത് n = 1-ന് ട്രൂ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു, കെയ്ക്ക് അസ്യൂം ചെയ്തു, k+1-ന് പ്രൂവ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ എല്ലാ ഇൻറ്റിജേഴ്സിനും ഇത് ഹോൾഡ് ചെയ്യും. നെക്സ്റ്റ് ഒരു കൊറോളറി ആണ് നോക്കി. ഇഫ് p q1 q2 etc. qn are prime such that p divides q1 q2 etc. qn then p is equal to qi for some i where 1 less than equal to i less than equal to n. ഇങ്ങനൊരു സെറ്റ് ഓഫ് പ്രൈംസ് തന്നിട്ടുണ്ട്. സച്ച് ദാറ്റ് പി ഡിവൈഡ്സ് q1 × q2 × എക്സെട്ര qn എന്ന് തന്നിട്ടുണ്ടെങ്കിൽ p = qi എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത് ഫോർ സം i. അങ്ങനെയാണെങ്കിൽ നോക്കാം, പി നമുക്ക് തൊട്ട് മുന്നത്തെ ഇതനുസരിച്ച് പി ഡിവൈഡ്സ് q1 q2 എക്സെട്ര qn തന്നിട്ടുള്ളതുകൊണ്ട് തൊട്ട് മുന്നത്തെ ലെമ്മ അനുസരിച്ച് എന്ത് പറയാം, പി ഡിവൈഡ്സ് qi ആണെന്ന് പറയാൻ പറ്റും തൊട്ട് മുന്നത്തെ ഫോർ സം i. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ പി qi-നെ ഡിവൈഡ് ചെയ്യാമെങ്കിൽ നമുക്ക് പിയും qiയും പ്രൈം ആയതുകൊണ്ട് നമുക്ക് എന്തും പറയാൻ പറ്റും, അവർ വേണമെങ്കിൽ ഈക്വൽ ആണെന്നുള്ളൊരു കണ്ടീഷനും പറയാൻ പറ്റും. സോ p = qi. അതെല്ലാം നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. സോ p = qi എന്നുള്ളതാണ് ഉള്ളത്. ഇത്രയും എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. സ്പീഡാണെന്ന് തോന്നുന്നു. സ്പീഡ് കുറയ്ക്കണമെങ്കിൽ ഇതിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ലൈവ് ക്ലാസ് ആയിട്ട് എടുക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.